Hi everyone, welcome to Krish Talks. ഫസ്റ്റ് സെമസ്റ്റർ BBA സ്റ്റുഡൻസിൻ്റെ എക്കണോമിക്സിൻ്റെ MCQ പാർട്ട് 2 ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ 60ഓളം ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീവിയസ് പാർട്ട് വീഡിയോയിൽ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ 61 മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 61ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇൻ ദ കേസ് ഓഫ് പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി ദ ഡിമാൻഡ് കർവ് ഈസ് ഡാഷ് എന്നാണ് പറയുന്നത്. അതായത് പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി, നമുക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പഠിക്കാനുണ്ട്, സപ്ലൈ ഒക്കെ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇലാസ്റ്റിസിറ്റിന്റെ കേസിൽ പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റിയിൽ ഡിമാൻഡ് കർവ്, അപ്പോൾ ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്, ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഹോറിസോണ്ടൽ ആണ്. നമുക്കറിയാം ഹോറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മുടെ ഡിമാൻഡ് കർവ് ഇവിടെ പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റിയിൽ. അപ്പോൾ ഹോറിസോണ്ടൽ ആണ് ആൻസർ. 62ാമത്തെ ചോദ്യം, ഇൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഇൻഡിവിജ്വൽ ഫേം, ബാക്കി നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിന്റെ ഒരു ഫീച്ചറാണ് നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ വരുന്നത് എ ആണ്, കെൻ നോട്ട് ഇൻഫ്ലുവൻസ് ദി പ്രൈസ് ഓഫ് ഇറ്റ്സ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ പ്രൈസിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. ഇനി അടുത്തത് 63ാമത്തെ ചോദ്യം, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ്. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് എല്ലാം വരും. ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ. ഇനി അടുത്തത് 64ാമത്തെ ചോദ്യം, ദ മാർക്കറ്റ് വിത്ത് എ സിംഗിൾ പ്രൊഡ്യൂസർ, ഒരൊറ്റ പ്രൊഡ്യൂസർ മാത്രമുള്ള മാർക്കറ്റിനെ നമ്മൾ എന്താ പറയുക, മോണോപോളി. അതിനൊരു നല്ലൊരു എക്സാമ്പിൾ നമ്മുടെ റെയിൽവേ ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ, റെയിൽവേക്ക് വേറെ ഏതെങ്കിലും ബ്രാൻഡുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, വേറെ എന്തെങ്കിലും കമ്പനീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ റെയിൽവേ ഒരൊറ്റ പ്രൊഡ്യൂസർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ആള് പ്രൈസ് മേക്കർ ആയിരിക്കും, ആളാണ് പ്രൈസ് തീരുമാനിക്കുന്ന ആള്, മോണോപോളി കേട്ടോ. ഇനി അടുത്തത് 65ാമത്തെ ചോദ്യം, നമുക്കിതിൽ മൊത്തം 120 ചോദ്യം ഉണ്ട് കേട്ടോ. 65ാമത്തെ ചോദ്യം, സെല്ലിംഗ് കോസ്റ്റ് ഈസ് ദ ഫീച്ചർ ഓഫ് ദി മാർക്കറ്റ് ഫോം. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏത് മാർക്കറ്റ് ഫോമിന്റെ ഫീച്ചർ ആയിട്ട് വരുന്നതാണ്? മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെ ഒരു ഫീച്ചറാണ് സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ അവിടെ വേണ്ടി വരും, അതാണ് സെല്ലിംഗ് കോസ്റ്റ്. ഇനി 66ാമത്തെ ചോദ്യം, ദ പ്രൊഡ്യൂസർ അണ്ടർ മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആർ. മോണോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ പ്രൊഡ്യൂസറിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് ഡിഫറൻഷിയേറ്റഡ് വിത്ത് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. അവിടെ ഡിഫറൻഷിയേറ്റഡ് ആണ്, പക്ഷേ അവിടെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് 67ാമത്തെ ചോദ്യം, ഇൻ ബിസിനസ് സൈക്കിൾ കോൺസെപ്റ്റ് ദ പീരീഡ് ഓഫ് ലോങ് വേവ് ഈസ് ഓഫ്. ലോങ് വേവ് എന്ന് പറയുന്നത് എത്ര പീരീഡിന്റെ കേസാണ് പറയുന്നത്? അപ്പം നമ്മുടെ ഓപ്ഷൻ ബി ആണ്, 50 ഇയേഴ്സിന്റെ കേസ് അവിടെ പറയുന്നത്. ഇനി 68, ഇൻ എക്കണോമിക്സ് ഡാഷ് മീൻസ് എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റെബിലിറ്റി. എക്കണോമിക്സിൽ ഒരു ടേം ഉണ്ട്, അതിന്റെ അർത്ഥം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതിൽ ആൻസർ ഏതാണ് വരുന്നത്? നമുക്കറിയാം ഓപ്ഷൻ ബി, ഇക്വിലിബ്രിയം ആണ് അല്ലെ. ഇക്വിലിബ്രിയത്തിലാണ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഇനി 69ാമത്തെ ക്വസ്റ്റ്യൻ, സെല്ലിംഗ് അറ്റ് എ ലോവർ പ്രൈസ് ഇൻ എക്സ്പോർട്ട് മാർക്കറ്റ് ആൻഡ് ഹയർ പ്രൈസ് അറ്റ് ഹോം മാർക്കറ്റ് ഈസ് കോൾഡ്. അതായത് എന്താണ്, നമ്മുടെ ഡൊമസ്റ്റിക്കില് അത് ഹയർ പ്രൈസ് ആയിരിക്കും, പുറത്ത് നല്ല വിലയിൽ വിൽക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്താണ് പറയാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് 2 മാർക്കിന് നമ്മുടെ അടുത്ത് ചോദിക്കാം കേട്ടോ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഡംപിങ് ആണ്. ഡംപിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അതിന് എപ്പോഴും ഒരു എക്സാമ്പിൾ പറയാറുള്ളത് തേയിലയുടെ കേസാണ്. നമ്മുടെ ചായപ്പൊടിയില്ലേ, ടീ പൗഡർ, ടീ ഡസ്റ്റ്, അതിന്റെ കേസാണ്. അതായത് നമ്മുടെ നാട്ടില് നമുക്കൊക്കെ കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ലോ ക്വാളിറ്റി ഉള്ള ചായയിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ കടകളിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ ലോ ക്വാളിറ്റി സാധനമാണ് നമുക്ക് കിട്ടുന്നത്. അതേ സെയിം ബ്രാൻഡ് നിങ്ങൾ പുറത്ത് പോയിട്ട് വാങ്ങുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ കേരളത്തിലാണല്ലോ തേയില കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, കേരളം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് നമുക്ക് പറയാം. പക്ഷെ ഇന്ത്യക്ക് പുറത്ത് ഈ സെയിം ബ്രാൻഡ് വിൽക്കുന്നുണ്ടാവില്ലേ, അവിടെ നിന്ന് ഇന്ത്യക്ക് പുറത്തുനിന്ന് വാങ്ങാൻ വെച്ചാൽ പ്രൈസ് കുറവായിരിക്കും, ഹൈ ക്വാളിറ്റി സാധനം കിട്ടുകയും ചെയ്യും. അപ്പൊ അത്തരം ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡംപിങ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ, ഡംപിങ്. അപ്പൊ വാട്ട് യു മീൻ ബൈ ഡംപിങ് എന്ന് നിങ്ങൾക്ക് 2 മാർക്കിന് ചോദിച്ചേക്കാം. ഇനി 70ാമത്തെ ചോദ്യമാണ്, എ ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ലീഡ്സ് ടു. അതായത് പ്രൈസ് കുറഞ്ഞു, അപ്പൊ അത് എന്തിന് കാരണമാകുന്നു? എ റൈസ് ഇൻ ദ കൺസ്യൂമേഴ്സ് റിയൽ ഇൻകം. ഒരു കൺസ്യൂമറിന്റെ റിയൽ ഇൻകത്തെ അത് കൂട്ടാൻ സഹായിക്കുന്നു. അതായത് ഇപ്പോൾ
എൻ്റെ ഇൻകം എന്ന് പറയുന്നത് 100 രൂപയായിരുന്നു. അപ്പോൾ അതിൽ 50 രൂപയ്ക്ക് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. അപ്പോൾ ബാക്കി എനിക്ക് ബാലൻസ് എത്ര എൻ്റെ കയ്യിൽ ഇൻകായിട്ട് ഉണ്ടാവാറുള്ളത്? ബാലൻസ് 50 രൂപയാണല്ലോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഈ പ്രൈസൊക്കെ കുറഞ്ഞ് 10 രൂപയായി. അതായത് സാധനങ്ങളുടെ വിലയൊക്കെ കുറഞ്ഞു. 10 രൂപ മാത്രമേ ഉള്ളൂ ഇപ്പോൾ സാധനങ്ങളുടെ വില. അപ്പോൾ എൻ്റെ കയ്യിൽ ഇൻകത്തിൽ ബാക്കി എത്രയുണ്ട്? 90 രൂപയുണ്ട്. അപ്പോൾ എൻ്റെ ഇൻകം അവിടെ കൂടുകയല്ലേ ചെയ്തത്? അപ്പോൾ അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ സി. ഇനി 71ാമത്തെ ചോദ്യം, ആൻ എക്സെപ്ഷണൽ ഡിമാൻഡ് കർവ് ഈസ് വൺ ദാറ്റ് സ്ലോപ്പ്. എക്സെപ്ഷണൽ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും അതിന്റെ സ്ലോപ്പ് ഉണ്ടാവുക? ഓപ്ഷൻ ഡി, അപ്പോർഡ് ടു ദി റൈറ്റ് ആയിരിക്കും. ഇനി വിച്ച് വൺ ഈസ് നോട്ട് ആൻ എക്സംഷൻ ഓൺ ദി ലോ ഓഫ് ഡിമാൻഡ്. ഈ ലോ ഓഫ് ഡിമാൻഡിൽ ഒരു എക്സംഷൻ അല്ലാത്തത് ഇതിൽ ഏതാണെന്ന് ചോദിക്കുന്നത്? ഓപ്ഷൻ എ, നോർമൽ ഗുഡ് എന്നുള്ളതാണ്. ഇനി ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഈസ് ഇലാസ്റ്റിക് വെൻ ഇറ്റ് ഹാസ്. നമ്മുടെ ഡിമാൻഡ് ഫോർ ദി കമ്മോഡിറ്റി ഇലാസ്റ്റിക് ആവുന്നത് എപ്പോഴാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻസർ മെനി യൂസസ്, ഒരുപാട് യൂസുകൾ വരുമ്പോഴാണ് കേട്ടോ. 74ാമത്തെ ചോദ്യം, വെൻ ദ ഡിമാൻഡ് കർവ് ഈസ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള ഇറ്റ് റെപ്രസെന്റ്. നമ്മുടെ ഡിമാൻഡ് കർവ് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയുന്ന ആ ഒരു ഷേപ്പിലേക്ക് വരുന്ന ആ ഒരു സിറ്റുവേഷൻ ഇതിൽ ഏതിലാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ ബി ആണ്, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ കേസിലാണ് ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറഞ്ഞ ഷേപ്പിലേക്ക് വരുന്നത്. ഓക്കെ, അടുത്തത് 75ാമത്തെ, ദ ഹോറിസോണ്ടൽ ഡിമാൻഡ് കർവ് ഫോർ എ കമ്മോഡിറ്റി ഷോസ് ദാറ്റ് ഇറ്റ്സ് ഡിമാൻഡ് ഈസ്. ഹോറിസോണ്ടൽ ഡിമാൻഡ് കർവ് ഫോർ എ കമ്മോഡിറ്റി ഇതിൽ ഏതിലാണ് വരിക എന്നാണ് ആൻസർ എ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കിലാണ് ഹോറിസോണ്ടൽ ഡിമാൻഡ് കർവ് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുള്ള കേസ്. ഇനി 76ാമത്തെ, വെൻ ആൻ ഇൻഡിവിജ്വൽ ഇൻകം ഫോൾ. ഒരു ഇൻഡിവിജ്വലിന്റെ കയ്യിലുള്ള വരുമാനം കുറഞ്ഞു എന്ന് വിചാരിക്കുക. വൈൽ എവറിത്തിങ് എൽസ് റിമെയിൻസ് സെയിം. ബാക്കിയെല്ലാം സെയിം ആണ്. അതായത് ആ ഒരു കമ്മോഡിറ്റിന്റെ പ്രൈസ് സെയിം ആണ്, മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇൻകത്തിൽ മാത്രം ഇവിടെ വ്യത്യാസം വന്നു. ഇൻകം എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ ആളുടെ ഡിമാൻഡ് ഫോർ എൻ ഇൻഫീരിയർ ഗുഡിന്റെ അടുത്തുള്ള ഡിമാൻഡ് എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, ഡിക്രീസ്. നമ്മളപ്പോൾ ആ ഒരു ഗുഡിന്റെ അടുത്തുള്ള ഡിമാൻഡ് കുറയും. കാരണം നമ്മുടെ എന്ത് ചെയ്തു? ഇൻകം കുറഞ്ഞില്ലേ, അപ്പൊ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നതും കുറയില്ലേ. അടുത്തത് 77ാമത്തെ ചോദ്യം, എ ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഹൂസ് ഡിമാൻഡ് കർവ് ഈസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള കോസസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ദ കമ്മോഡിറ്റി ടു. ഇതിന്റെ ആൻസർ വരുന്നത് 77ാമത്തെ ആൻസർ സി ആണ്, റിമെയിൻസ് അൺചേഞ്ച്ഡ്. അതായത് ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റിന്റെ പ്രൈസ് ഇവിടെ കുറയാണ്. ഹൂസ് ഡിമാൻഡ് കർവ് ഈസ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. അതിന്റെ ഡിമാൻഡ് കർവിന്റെ ഷേപ്പ് എങ്ങനെയാണ്? റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് അതിന്റെ ഷേപ്പ് അല്ലെ. ഇറ്റ് കോസസ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓൺ ദ കമ്മോഡിറ്റി. അത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ കമ്മോഡിറ്റിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തോ? എന്ത് മാറ്റാ വരുത്തുന്നത്? അൺചേഞ്ച്ഡ് ആയിരിക്കും, റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഇനി 78ാമത്തെ ചോദ്യം, ദ യൂട്ടിലിറ്റി മേ ബി ഡിഫൈൻഡ് ആസ്. നമ്മുടെ യൂട്ടിലിറ്റിനെ നമുക്ക് എന്തൊന്നും വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഡി, ഓപ്ഷൻ ഡി ആണ്, ദ പവർ ഓഫ് എ കമ്മോഡിറ്റി ടു സാറ്റിസ്ഫൈ വാണ്ട്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് യൂട്ടിലിറ്റിന്റെ ഡെഫിനിഷൻ. ഇനി യൂട്ടിലിറ്റി ഓഫ് ദ കമ്മോഡിറ്റി ഈസ് എന്ന് പറഞ്ഞ് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. യൂട്ടിലിറ്റി ഓഫ് ദ കമ്മോഡിറ്റി ഇറ്റ്സ് റിലേറ്റീവ് സ്കാഴ്സിറ്റി, അങ്ങനെയും പറയാം കേട്ടോ നമുക്ക്. 80ാമത്തെ ചോദ്യം, ദ മാർജിനൽ യൂട്ടിലിറ്റി കർവ് ഓഫ് എ ഗിവൺ കൺസ്യൂമർ ഈസ് ഓൾസോ ഹിസ് ഡാഷ്. മാർജിനൽ യൂട്ടിലിറ്റി കർവ് ഓഫ് എ ഗിവൺ കൺസ്യൂമർ, ഒരു ഗിവൺ കൺസ്യൂമറിന്റെ മാർജിനൽ കേവ് എന്ന് പറയുന്നത് എന്തും കൂടിയാണ്? നമ്മുടെ ഡിമാൻഡ് കർവ്. മാർജിനൽ യൂട്ടിലിറ്റി കർവ് എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് ഓഫ് ദി കൺസ്യൂമർ ആണെന്നും നമുക്ക് പറയാം. ഓക്കെ, ഇനി 81ാമത്തെ ചോദ്യം, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ആൻഡ് പ്രൈസ് സെർട്ടൈൻ പാരബസ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ആൻഡ് പ്രൈസ്, ഡിമാൻഡും പ്രൈസും തമ്മിൽ എങ്ങനത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കും? നമുക്കറിയാം നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് അല്ലേ. ഇത് തമ്മിൽ എപ്പോഴും നെഗറ്റീവ് ഓർ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഇനി അടുത്തത് 82ാമത്തെ ചോദ്യം, എ ഡിമാൻഡ് കർവ് വിച്ച് takes the form of horizontal line parallel to quantity axis illustrate elasticity which is. 82ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഡി ആണ്, ലെസ് ദാൻ 1. ഡിമാൻഡ് കർവ് വിച്ച് ടേക്സ് ദ ഫോം ഓഫ് ഹോറിസോണ്ടൽ ലൈൻ. ഒരു ഹോറിസോണ്ടൽ ലൈൻ പോലെ നമ്മുടെ ഡിമാൻഡ് കർവ് വന്നു. പാരലൽ ടു ക്വാണ്ടിറ്റി ആക്സിസ്, താഴെയുള്ള എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഇലാസ്റ്റിസിറ്റിന്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്, ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത്, consider a demand curve which takes the form of a straight line cutting both axes. Elasticity at the midpoint of the line would be. അതായത് ഒരു ഡിമാൻഡ് കർവ്, അതിൻ്റെ
വിച്ച് ഫോം ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ കട്ടിങ് ബോത്ത് ആക്സിസ്, രണ്ട് ആക്സിസിനെയും കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ ഇലാസ്റ്റിസിറ്റി അറ്റ് ദ മിഡ് പോയിന്റിലെ ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 1 ഇൻഫിനിറ്റ് ആയിരിക്കും കേട്ടോ, 1 ഇൻഫിനിറ്റ്. ഓപ്ഷൻ ബി 1 ഇൻഫിനിറ്റ്. 84ാമത്തെ ചോദ്യം, ഇതൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുക. ഇനി 84ാമത്തെ ചോദ്യം, ദി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് വിൽ ബി ഹയർ. ഒരു പ്രൊഡക്റ്റിന്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൂടുതലായിരിക്കും. എപ്പോഴാണ് കൂടുതലായിരിക്കുക? ഓപ്ഷൻ എ ആണ്, ദ മോർ അവൈലബിൾ അറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദാറ്റ് പ്രൊഡക്റ്റ്. ആ ഒരു പ്രൊഡക്റ്റിന് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ ബിസ്ക്കറ്റ്, അപ്പോൾ ഒരു ബ്രാൻഡ് ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ അതിന് ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട് ഇല്ലേ, പകരം നമുക്ക് ഒരുപാട് ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് എ ഡിമാൻഡ് ഫോർ എ പ്രൊഡക്റ്റ് ഹയർ ആകുന്നത്. 85ാമത്തെ കേസ്, ഇൻ കേസ് ഓഫ് ഗിഫൺ ഗുഡ്സ് ഡിമാൻഡ് കർവ് വിൽ സ്ലോപ്പ്. ഗിഫൺ ഗുഡ്സിന്റെ കേസിലെ ഡിമാൻഡ് കർവ് എങ്ങനെയായിരിക്കും? അപ്വാർഡ് ആയിരിക്കും. 86ാമത്തെ ചോദ്യം, മോർ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ബിറ്റ്വീൻ ടീ ആൻഡ് ഷുഗർ. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ബിറ്റ്വീൻ ടീ ആൻഡ് ഷുഗർ. ടീ ആൻഡ് ഷുഗർ തമ്മിലുള്ള ക്രോസ് ഇലാസ്റ്റിസിറ്റി എങ്ങനെയായിരിക്കും? ഓപ്ഷൻ ഡി നെഗറ്റീവ് ആയിരിക്കും. ഇനി അടുത്തത് 87ാമത്തെ ചോദ്യം, ഇഫ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി ഡിമാൻഡഡ് ഈസ് ഇറ്റ്സ് പ്രൈസ്, ദ കോ എഫിഷ്യൻ്റ് ഓഫ് പ്രൈസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഡാഷ്. അതായത് ഇഫ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി, അതായത് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന പ്രൈസിനേക്കാൾ കൂടുതലാണ് അവർ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി, ആ ഒരു പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ ദ കോഎഫിഷ്യന്റ് ഓഫ് ദ പ്രൈസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി <1 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 88ാമത്തെ ചോദ്യമാണ്, ഇഫ് ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ഡിമാൻഡഡ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആസ് ഇറ്റ്സ് പ്രൈസ് ചേഞ്ചസ്. പ്രൈസ് ചേഞ്ച് ചെയ്താലും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി, ആ ഒരു കമ്മോഡിറ്റിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഇവിടെ മാറ്റം വരുന്നില്ല, അൺചേഞ്ച്ഡ് ആണ്. ആ ഒരു സമയത്ത് ദ കോഎഫിഷ്യന്റ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ദ ഡിമാൻഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി 0 ആണ്, അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ, അപ്പോൾ 0 ആണ് കേട്ടോ. 89ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. യൂണിറ്ററി നമുക്കറിയാം, യൂണിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 = 1 ആണ് അല്ലേ. ഓപ്ഷൻ ബി = 1. ഇനി അടുത്തത് 90ാമത്തെ ചോദ്യം, ദ റിയൽ ബിസിനസ് സൈക്കിൾ തിയറി ഈസ് മോസ്റ്റ് ക്ലോസ്ലി റിലേറ്റഡ് ടു. ഈ ഒരു നമ്മുടെ ബിസിനസ് സൈക്കിൾ തിയറി എന്ന് പറയുന്നത് ഏത് തിയറിയോടാണ് കൂടുതൽ മാച്ച് ആയിട്ട് നിൽക്കുന്നത്? അപ്പോൾ ഇവിടെ കുറച്ച് തിയറികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആൻസർ വരുന്നത് സി, ദ ക്ലാസിക്കൽ തിയറി. അതിനോടാണ് കൂടുതലും റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് ബിസിനസ് സൈക്കിൾ തിയറി. 91ാമത്തെ ചോദ്യം, ഇൻ ദ റിയൽ ബിസിനസ് സൈക്കിൾ മോഡൽ ബിസിനസ് സൈക്കിൾ ആർ. ഒരു ബിസിനസ് സൈക്കിൾ മോഡലിൽ ബിസിനസ് സൈക്കിൾ എങ്ങനെയായിരിക്കും? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബവ്, എല്ലാം വരുന്നുണ്ട്. എഫിഷ്യന്റ് ആൻഡ് ഡു നോട്ട് റെപ്രസെന്റ് ലോസ്റ്റ് ഔട്ട്പുട്ട്, ഡ്രിവൻ ബൈ ടെക്നോളജി ഷോക്ക്, ഒക്യോ വെൻ മാർക്കറ്റ്സ് ക്ലിയർ. ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. ഇനി 92ാമത്തെ ചോദ്യം, റിയൽ ബിസിനസ് സൈക്കിൾ പ്രൊപ്പോണൻസ് ആർഗ്യൂ ദാറ്റ്. എന്താണ് ആർഗ്യൂ ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, മാക്രോ എക്കണോമിക്സ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ സെയിം അസംഷൻ ആസ് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സിൻ്റെ അസംഷനോട് സെയിം ആയിരിക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഇനി 93ാമത്തെ ചോദ്യം, ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആർ. ഇതിൽ ഏതാണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്നാണ് പറയുന്നത്? ഓപ്ഷൻ സി ആണ്, പേയ്മെൻറ്റ്സ് ഫോർ സെൽഫ് എംപ്ലോയിഡ് റിസോഴ്സസ്. 94ാമത്തെ ചോദ്യം, ദ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ സ്റ്റേറ്റ് ദാറ്റ്. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ ഇതിൽ ഏത് പറയുന്നതാണ് പറയുന്നത്? ബി, ഓപ്ഷൻ ബി, ആസ് എ ഫേം യൂസസ് മോർ ഓഫ് വേരിയബിൾ റിസോഴ്സസ് ഗിവൺ ദ ക്വാണ്ടിറ്റി ഓഫ് ഫിക്സഡ് റിസോഴ്സസ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദ ഫേം വിൽ ഇവൻച്വലി ഡിക്രീസ്. ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. 95ാമത്തെ ചോദ്യം, ദ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഓൺലി അപ്ലൈസ് ഇൻ കേസ് വേർ. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺ നമ്മൾ ഏത് സിറ്റുവേഷനിൽ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ എന്നാണ് ചോദിക്കുന്നത്? ഓപ്ഷൻ സി, ദർ ഈസ് അറ്റ്ലീസ്റ്റ് 1 ഫിക്സഡ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഒരു ഫിക്സഡ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഉള്ള സമയത്താണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. 96ാമത്തെ ചോദ്യം, ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ കർവ് ഷോസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ പ്രൊഡക്റ്റ് റിസൾട്ടിംഗ് ഫ്രം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, 1 യൂണിറ്റ് ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് പെർട്ടിക്കുലർ റിസോഴ്സസ് യൂസ്ഡ് ഹോൾഡിംഗ് കോൺസ്റ്റന്റ് അതർ റിസോഴ്സസ്. ഇനി 97ാമത്തെ ചോദ്യം, വെൻ ദ ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് ഈസ് ഫോളിംഗ്. നമ്മുടെ ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് കുറയുന്ന അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു? ആൻസർ ബി ആണ്, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദി ലേബർ നെഗറ്റീവ് ആവുന്നു. ഇനി 98ാമത്തെ ചോദ്യം, വെൻ മാർജിനൽ പ്രൊഡക്റ്റ് റീച്ച് ഇറ്റ്സ് മാക്സിമം. മാർജിനൽ പ്രൊഡക്റ്റ് മാക്സിമത്തിൽ എത്തുന്ന സമയത്ത് വാട്ട് ക്യാൻ ബി സെഡ് ഓഫ് ടോട്ടൽ പ്രൊഡക്റ്റ്. ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ കേസിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും?
ആൻസർ സി ആണ്. ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് ഇൻക്രീസിങ് ഇഫ് മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് സ്റ്റിൽ പോസിറ്റീവ്. 99ാമത്തെ ചോദ്യം, ഇതിലെ വേരിയബിൾ കോസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ സി, കോസ്റ്റ് ദാറ്റ് ചേഞ്ച് വിത്ത് ദ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. 100ാമത്തെ ചോദ്യം, the reason the marginal cost curve eventually increase as output increase for the typical firm is because, അതായത് ഇവിടെ the reason the marginal cost curve eventually increase as output increase, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ മാർജിനൽ കോസ്റ്റ് കർവും ഇവൻച്വലി ഇൻക്രീസ് ആവുന്നുണ്ട്. അതിൻ്റെ കാരണമാണ് ചോദിക്കുന്നത് കേട്ടോ. പിന്നെ ആൻസർ വരുന്നത് സി ആണ്, ബിക്കോസ് ഓഫ് ദി ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇനി 101ാമത്തെ ചോദ്യം, ഇഫ് ദ ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ എ ഫേം ആർ റൈസിങ് ദെൻ ദിസ് ഇൻഡിക്കേറ്റ്, അതായത് ഒരു ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കൂടുകയാണെങ്കിൽ, റൈസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആൻസർ സി ആണ്, മാർജിനൽ കോസ്റ്റ് ആർ എബവ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അടുത്തത്, ഇഫ് എ മോർ എഫിഷ്യൻറ്റ് ടെക്നോളജി വാസ് ഡിസ്കവേർഡ് ബൈ എ ഫേം, ദർ വുഡ് ബി, അവിടെ എന്ത് സംഭവിക്കുന്നു? ആൻസർ ഡി ആണ്, എ ഡൗൺവേർഡ് ഷിഫ്റ്റ് ഇൻ ദ MC കർവ്. അടുത്തത്, മാർജിനൽ കോസ്റ്റ് കർവിൽ ഒരു ഡൗൺവേർഡ് ഷിഫ്റ്റ് സംഭവിക്കുന്നു. 103ാമത്തെ ചോദ്യം, ദ ഫേംസ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ് ഈസ് ഇൻക്രീസിങ് വെൻ, ഒരു ഫേമിൻ്റെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ് ഇൻക്രീസ് ചെയ്യാണ്. അത് എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ, മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഡിക്രീസിങ്. 104ാമത്തെ ചോദ്യം, എ ഫേം എൻകൗണ്ടറിങ് എക്കോണമീസ് ഓഫ് സ്കെയിൽ ഓവർ സം റേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വിൽ ഹാവ് എ, ആൻസർ ബി ആണ്, ഫോളിംഗ് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ്. ഇതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഒതുങ്ങി നിൽക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനത്തെ രീതിയിൽ ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം. 105ാമത്തെ ചോദ്യം, വെൻ എ ഫേം ഡബിൾസ് ഇറ്റ്സ് ഇൻപുട്ട് ആൻഡ് ഫൈൻഡ് ദാറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഹാസ് മോർ ദാൻ ഡബിൾഡ്, അതായത് ഒരു ഫേം ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്, അതായത് ദ ഫേം ഡബിൾസ് ഇറ്റ്സ് ഇൻപുട്ട്, അതിൻ്റെ ഇൻപുട്ട് എന്ത് ചെയ്യുന്നു? ഡബിൾ ചെയ്യുന്നു. ആൻഡ് ഫൈൻഡ്സ് ദാറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഹാസ് മോർ ദാൻ ഡബിൾഡ്, ഔട്ട്പുട്ട് അതിനേക്കാളും എന്താണ് ഡബിൾ ചെയ്യാണെന്നുള്ളത് ഇവർ ഫൈൻഡ് ഔട്ടും ചെയ്യുന്നു. ഈ ഒരു കേസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? 105ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത്, the larger the diameter of a natural gas pipeline, the lower in the average total cost of transmitting 1000 cubic feet of gas 1000 miles. This is an example of, അതായത് നമ്മൾ ആ ഒരു ഗ്യാസ് പൈപ്പിൻ്റെ ഡയാമീറ്റർ വർദ്ധിക്കും തോറും ആവറേജ് ടോട്ടൽ കോസ്റ്റിൽ കുറവ് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് എന്തിൻ്റെ എക്സാമ്പിൾ ആണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ആൻസർ എ ആണ്, എക്കോണമീസ് ഓഫ് സ്കെയിൽ തന്നെയാണ്. 107ാമത്തെ ചോദ്യം, ഇഫ് ഓൾ റിസോഴ്സസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ആർ ഇൻക്രീസ്ഡ് ബൈ 20%, നമ്മൾ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന എല്ലാ റിസോഴ്സിൻ്റെയും, ഇഫ് ഓൾ റിസോഴ്സസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ്, അത് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്, 20% ഇൻക്രീസ് ചെയ്യാണ്. ആൻഡ് ഔട്ട്പുട്ട് ഇൻക്രീസ്ഡ് ബൈ 20%, അതേപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ടും 20% ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ ദർ മസ്റ്റ് ബി, അവിടെ എന്തുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്? ഓപ്ഷൻ സി, കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിൽ. ഒരു ഇൻക്രീസ് ചെയ്തത് എത്ര അളവിലാണ് ഇൻക്രീസ് ചെയ്തത് അത്ര അളവിൽ തന്നെയാണ് ഇവിടെ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ അത് കോൺസ്റ്റൻറ്റ് റിട്ടേൺസ് ടു സ്കെയിലാണ്. 108ാമത്തെ ചോദ്യം, എക്കോണമീസ് ആൻഡ് ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ എക്സ്പ്ലെയിൻ വൈ ദ, എന്തുകൊണ്ടാണ് ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്, എക്കോണമീസും ഡിസെക്കോണമീസ് ഓഫ് സ്കെയിലും? 108ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സി, ലോങ് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് ഈസ് ടിപ്പിക്കലി യു ഷേപ്ഡ്. ഇനി 109ാമത്തെ ചോദ്യം, സർപ്ലസ് ഈസ് എ കണ്ടീഷൻ ഓഫ്, സർപ്ലസ് എന്ന് പറയുന്നത് എന്തൊരു കണ്ടീഷനാണ്? എക്സസ് സപ്ലൈൻ്റെ കേസിലാണ് നമ്മൾ സർപ്ലസ് എന്ന് പറയാം. ഇനി 110ാമത്തെ ചോദ്യം, ദ എഫക്റ്റ് ഓൺ സെയിൽസ് ഓഫ് എൻ ഇൻക്രീസ് ഇൻ പ്രൈസ് ഈസ് എ ഡിക്രീസ് ഇൻ, നമ്മുടെ സെയിൽസിൻ്റെ കേസിൽ ഇൻക്രീസ് ഇൻ പ്രൈസ് എന്തിൻ്റെ ഡിക്രീസാണ് അവിടെ സംഭവിക്കുന്നത്? അപ്പോൾ സപ്ലൈൻ്റെ ഡിക്രീസാണ് സംഭവിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത്, സപ്ലൈൻ്റെ ഡിക്രീസ് സംഭവിക്കുമ്പോഴാണ് പ്രൈസിൽ ഇൻക്രീസ് വരുന്നത്. ഇനി 111ാമത്തെ ചോദ്യം, ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് എക്സ് സപ്ലൈഡ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ടു റൈസ് വിത്ത് എ ഫോൾ ഇൻ, അതായത് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് എക്സ്, നമ്മൾ പ്രൊഡക്റ്റ് എക്സ് സപ്ലൈ ചെയ്യുന്നതിലെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരികയാണ് കേട്ടോ. ക്യാൻ ബി എക്സ്പെക്റ്റഡ് ടു ദ റൈസ് വിത്ത് എ ഫോൾ ഇൻ, അതിൽ കൂടുമെന്ന് ഇവർ എക്സ്പെക്ട് ചെയ്യാണ്. അപ്പോൾ അവിടെ എന്ത് കുറയും എന്നാണ് ഇവർ വിചാരിക്കുന്നത്? ആൻസർ ബി ആണ്, പ്രൈസ് ഓഫ് എക്സ്.
the quantity of price X supply can be expected to rise. അത് കൂടുമെന്ന് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതെപ്പോഴാണ്? പ്രൈസ് ഓഫ് എക്സ് കുറയുമ്പോഴാണ് ഇതിൽ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്യുന്നത് കൂടുന്നത്. ഇനി അടുത്തത്, ഫേംസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സ് ജനറലി ആർ. നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ ഫേമുകൾ എങ്ങനെയുള്ളതായിരിക്കും? പ്രൈസ് മേക്കേഴ്സ് ആയിരിക്കും. ദ കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, അത് ആര് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്? ചാമ്പർലിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. ദ ആർക്കിടെക്ട് ഓഫ് ദി തിയറി ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ഡി, അതും ചാമ്പർലിൻ തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത്, ദ കോൺസെപ്റ്റ് ഓഫ് മോണോപ്സോണി വാസ് ഇൻവെന്റഡ് ബൈ. മോണോപ്സോണി എന്ന് പറയുന്ന ഒരു ടേം ഇൻവെന്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? ഓപ്ഷൻ ഡി, മിസസ് ജെ റോബിൻസൺ ആണ്. 116ാമത്തെ ചോദ്യം, എ കോസ്റ്റ് ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ കമ്മിറ്റഡ് ആൻഡ് കനോട്ട് ബി റിക്കവേർഡ് നോൺ ആസ്. എ കോസ്റ്റ് ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ കമ്മിറ്റഡ്, നമ്മൾ അത് കമ്മിറ്റ് ചെയ്തു, നമുക്കത് റിക്കവർ ചെയ്യാനും സാധിക്കുന്നില്ല. അത്തരം കോസ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സങ്ക് കോസ്റ്റ്. അപ്പോൾ സങ്ക് കോസ്റ്റിന്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാം. ഇനി അടുത്തത്, ഡാഷ് ഈസ് എ സിറ്റുവേഷൻ സിവിയർലി ഫോളിംഗ് പ്രൈസസ് ആൻഡ് ലോവസ്റ്റ് ലെവൽ ഓഫ് എക്കോണമിക് ആക്ടിവിറ്റീസ്. ഇവിടെ പ്രൈസ് എല്ലാം കുറയാണ് ചെയ്യുന്നത്, പിന്നെന്താണ്, എക്കോണമീസ് ആക്ടിവിറ്റീസ് ഒക്കെ ലോവസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിന് എന്താ പറയുക? ഡിപ്രഷൻ സ്റ്റേജ് എന്നാണ് നമ്മൾ പറയുക. ഓപ്ഷൻ ഡി, ഡിപ്രഷൻ സ്റ്റേജ്. 18ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ സിറ്റുവേഷൻ വിത്ത് ഇൻക്രീസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇൻക്രീസ്ഡ് പ്രൈസ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റും പ്രൈസ് ഒക്കെ കൂടുകയാണ്. ആ ഒരു സ്റ്റേജിനെ നമ്മൾ എന്താ പറയുക? ബൂം സ്റ്റേജ് അല്ലേ? നമ്മൾ ഹൈ ലെവലിൽ നിൽക്കുന്ന സ്റ്റേജാണ്. ഇപ്പോൾ ഈ ഒരു ഐഫോണിൻ്റെ കേസൊക്കെ നമ്മൾ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ഈ സാംസങ്ങിൻ്റെ ബാക്കി നല്ല പ്രൊഡക്ട്സിൻ്റെ കേസിലൊക്കെ നമുക്കത് പറയാം. അവർ ബൂം സ്റ്റേജിൽ, അവർക്കിനി ഒന്നും നോക്കാനില്ല, നല്ല അത്രയും നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, ഇറക്കുന്ന പ്രൊഡക്റ്റിനൊക്കെ നല്ല പ്രൈസും ഉണ്ട്. ഇനി 119ാമത്തെ ചോദ്യം, എ ഗ്രാഫ് ഇൻഡിക്കേറ്റ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ഓഫ് ഇൻപുട്സ് വിത്ത് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഉള്ള ഗ്രാഫിനെ നമ്മൾ എന്തെന്നാണ് പറയുക? ഐസോകോൺ മാപ്പ് എന്നാണ് പറയുക. അപ്പോൾ ഐസോകോണിൻ്റെ നമുക്ക് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 120ാമത്തെ ചോദ്യം, ഐസോകോൺ ലൈൻ ഇൻഡിക്കേറ്റ് ദ പ്രൈസ് ഓഫ്. ഐസോകോൺ ലൈൻ എന്ന് പറയുന്നത് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ദ പ്രൈസ് ഓഫ്. എന്തിൻ്റെ പ്രൈസിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻപുട്ടുകളുടെ പ്രൈസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നിങ്ങളുടെ മാനേജറിയൽ എക്കണോമിക്സിൻ്റെ MCQ ക്വസ്റ്റ്യൻസ്. നമ്മൾ 2 പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ലെങ്തി ആണ് വീഡിയോസ്, കാരണം ഞാൻ അത് കുറേയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ കുറേയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ പഠിച്ചാലേ പറ്റൂ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവും. അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും ഇതിലുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടത് അങ്ങനെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇതിൽ നിന്ന് ഈസി ആയിട്ടുള്ള തന്നെ നിങ്ങളടുത്ത് ചോദിക്കുള്ളൂ, ടെൻഷൻ അടിക്കേണ്ട. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.